കൂത്തുപറമ്പ് MLA KP മോഹനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധക്കാരെ തള്ളി CPM ജില്ലാ നേതൃത്വം. സംഭവം കേരളത്തിന് തന്നെ അപമാനമെന്നും ഇത് അനുവദിക്കില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ പറഞ്ഞു. കരിയാട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പാനൂർ നഗരസഭയാണ് എന്ന് CPM നിലപാടാണ്. എന്നാൽ MLA ആണ് ആദ്യം പ്രകോപനമുണ്ടാക്കിയതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. MLA കയ്യേറ്റം ചെയ്ത സംഭവം കേരളത്തിന് തന്നെ അപമാനമാണെന്നാണ് CPM-ന്റെ നിലപാട്. എന്നാൽ ആദ്യം പ്രകോപനമുണ്ടാക്കിയത് MLA ആണെന്ന് ഡയാലിസിസ് സെന്ററിനെതിരെ സമരം ചെയ്യുന്ന നാട്ടുകാർ ആവർത്തിക്കുന്നു. നിങ്ങളെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞു സ്ത്രീകളെ ഉൾപ്പെടെ തള്ളിയത് MLA ആണെന്നാണ് ആരോപണം. അദ്ദേഹം വന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൈ കൊടുക്കും, അദ്ദേഹം ഞങ്ങൾ കണ്ടോളാന്നും പറഞ്ഞ് അങ്ങ് ഉള്ളിലോട്ട് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അങ്ങോട്ട് അദ്ദേഹം അങ്ങനെ തള്ളുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിൽക്ക്, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഒന്നും തള്ളും. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്നാ കയ്യേറ്റൊന്നും ഇതിൽ സാധാരണ ഉള്ളൊരിതാന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. 2020 മാർച്ചിലാണ് കരിയാട് അബേ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. ആദ്യം പരാതികളില്ലാതെ നാട്ടുകാരുടെ പിന്തുണയോടെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. എന്നാൽ പിന്നീട് ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് മണ്ണിൽ ഒഴുക്കിയെന്നാണ് ആരോപണം. ഏറെ വൈകാതെ പ്രദേശവാസികളുടെ കിണറുകളിൽ അത് കലർന്നെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 10-13 കിണറിൽ നാശമായിട്ടുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ സംഖ്യ കൂടും. ഇപ്പം 13 കിണറ്റിൽ വായിപ്പിച്ചു. അങ്ങനെ നമുക്കല്ലാതാണ് പേടി, നമ്മളെല്ലാം വീട്ടിലെല്ലാം വരൂലേ ഇങ്ങനെ തുടർന്ന് അങ്ങ് പോലെ. ഇവർ നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലെ ഇതിനൊരു പരിഹാരം കാണണം. നമ്മൾ എതിർക്കുന്നതിൻ്റെ പുറത്ത് ഒന്നര കൊല്ലം അവിടെ അംഗനവാടിയിൽ ഈ മണ്ണിൽ ഒഴുക്കി നമ്മൾ കാടിൽ ചെടിയെല്ലാം കരിഞ്ഞ കണ്ടിട്ടാണ് ഈ പ്രശ്നമാക്കുന്നതും ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച പ്രദേശത്ത് MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേരും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.